മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 ചാപ്റ്റർ ഫോട്ടോണിക്സ്. Photonics is the branch of science which deals with production, control and detection of photons. It's a technology that combines optics and electronics. ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് അതായത് ഒപ്റ്റിക്സും ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളും പറയുന്ന ബ്രാഞ്ചാണ് ഫോട്ടോണിക്സ്. ഫോട്ടോണിക്സിൽ കൂടുതലായിട്ടും ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സുകൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സുമായിട്ടും കൂടി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് ഫോട്ടോണിക്സിലുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ദാറ്റ് ഈസ് LED. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. LED is a heavily doped PN junction diode which emit light when it is forward biased. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡ് എടുക്കുന്നു, അതിന് നമ്മൾ ഫോർവേഡ് ബയാസിൽ കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് P പോസിറ്റീവിലോട്ടും N നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് ആ ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് കാണാൻ പറ്റും? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വെൻ എ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് എമിറ്റ് ലൈറ്റ് എന്ന് പറയുന്നതാണ് LEDയുടെ പ്രിൻസിപ്പിൾ. ദ എമിറ്റഡ് ലൈറ്റ് മേ ബി വിസിബിൾ ഓർ ഇൻവിസിബിൾ. ആ ലൈറ്റ് വിസിബിൾ റീജിയനിലും ആവാം, ഇൻവിസിബിളും ആകാം. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി എമിറ്റഡ് ലൈറ്റ് ഇൻക്രീസസ് with the increase of forward current, reaches a maximum value and then decreases. നമ്മൾ ഈ ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും അതേപോലെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ മാക്സിമം എത്തും. അതിനുശേഷം നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻറ്റൻസിറ്റി കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വെൻ ദ കറണ്ട് ഫോർവേഡ് കറണ്ട് ഇൻക്രീസസ്, ഇൻറ്റൻസിറ്റി ഓൾസോ ഇൻക്രീസസ് ആൻഡ് ദെൻ റീച്ച് എ മാക്സിമം വാല്യൂ ആൻഡ് ദെൻ ഡിക്രീസസ്. In the forward biased state, electrons move from N region to P region and holes move from P region to N region. നിങ്ങൾ ആ ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കണം. ഒരു PN ജംഗ്ഷൻ ഡയോഡ് എടുത്തിട്ട് P പോസിറ്റീവിലോട്ടും N നെഗറ്റീവിലോട്ടും കൊടുത്താൽ Pയിലുള്ള ഹോൾസ് എല്ലാം N റീജിയനിലോട്ടും Nയിലുള്ള ഇലക്ട്രോൺസ് എല്ലാം P റീജിയനിലോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ ടേക്സ് പ്ലേസ് നിയർ ദ ബൗണ്ടറി ഓഫ് ദി PN ജംഗ്ഷൻ. ഇങ്ങനെ P എന്നുള്ള ഹോൾസ് Nയിലോട്ടും N എന്നുള്ള ഇലക്ട്രോൺസ് Pയിലോട്ടും ആ ഡിപ്ലീഷൻ റീജിയനിൽ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ സംഭവിക്കും. ദ ലോസ് ഓഫ് എനർജി ആസ് എ കോമ്പിനേഷൻ അപ്പിയർ ആസ് ലൈറ്റ്. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? ലൈറ്റായിട്ട് മാറും. അപ്പോൾ ദ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ആ എനർജി, അപ്പോഴുണ്ടാകുന്ന അത്രയും എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റായിട്ട് മാറുന്നു. എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ബാൻഡ് ഗ്യാപ്പ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ദ കളർ ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് ഡിപ്പെൻഡ് ഓൺ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. ഏത് കളർ എന്നുള്ളത് ആ ബാൻഡ് ഗ്യാപ്പ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യും. വേവ് ലെങ്ത് ലാംഡ ഇസിക്കൽ ടു hc/Eg. E എന്നുള്ളതാണ് ബാൻഡ് ഗ്യാപ്പ് എനർജി. ലാംഡ ഇസിക്കൽ ടു hc/Eg. LED ആർ മെയ്ഡ് ഓഫ് ഗാലിയം ആഴ്സനൈഡ്. നമുക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് വെച്ചിട്ട് LED ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് ആൻഡ് ഗാലിയം ഫോസ്ഫൈഡ്. സിൻസ് ദേ ആർ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ്. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസും. അതെന്താണെന്നൊന്ന് നോക്കിയേക്കുക. അപ്പോൾ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഇതെല്ലാമാണ് LEDs ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്. സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ നോട്ട് യൂസ്ഡ്. അപ്പോൾ LEDസിന് നമ്മൾ LED ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സിലിക്കണും ജെർമേനിയവും യൂസ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ്. ദേ ആർ ഹീറ്റ് പ്രൊഡ്യൂസിങ്. ഓൾസോ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് ലൈറ്റ് ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ബാൻഡ് ഗ്യാപ്പ് എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് കളർ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ LEDs റേഡിയേറ്റ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് സച്ച് റെഡ്, ഗ്രീൻ. നിങ്ങൾക്കറിയാം LEDs ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ കാണുന്നുണ്ട്. സം LEDs ആർ കേപ്പബിൾ ഓഫ് എമിറ്റിംഗ് ഇൻഫ്രാറെഡ് ലൈറ്റ് വിച്ച് ഈസ് നോട്ട് വിസിബിൾ ടു അവർ ഐസ്. ചില LEDs ഒക്കെ ഇൻവിസിബിൾ റേസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ദ കളർ ഓഫ് ദ എമിറ്റഡ് ലൈറ്റ് ഡിപ്പെൻഡ്. അപ്പോൾ അടുത്ത നമ്മൾ ആ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ഏത് എലമെൻറ്റ് ഏത് ലൈറ്റ് പ്രൊഡ്യൂസ്. ഗാലിയം ആഴ്സനൈഡ് ആണെന്നുണ്ടെങ്കിൽ IR റേഡിയേഷൻ, ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് റെഡ് ഓർ യെല്ലോ ലൈറ്റ്, ഗാലിയം ഫോസ്ഫൈഡ് ഗ്രീന്, ഗാലിയം നൈട്രേറ്റ് ബ്ലൂ ലൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ കളറിൻ്റെയും എലമെൻറ്റുകൾ. അപ്പോൾ ഇത് കാണാതെ പഠിച്ച് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ. അടുത്ത യൂസസ്. LEDs ആർ യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോൾ, ബർഗ്ലർ അലാറംസ്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ട്രാഫിക് സിഗ്നൽസ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ ബെഡ് ലൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇൻ സ്മാർട്ട് ഫോൺ,
ആൻഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്. ശരിക്കും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വായിച്ച് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ LED പറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക. LED സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിനകത്തേ ഉണ്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്, ലൈറ്റിനെ എമിറ്റ് ചെയ്യുകയാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. LED സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ലൈറ്റ് നമുക്ക് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലൈറ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു PN ജംഗ്ഷൻ ഡയോഡ് എടുക്കുക, അതിനെ ഫോർവേഡ് ബയാസിൽ കൊടുക്കുക. ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ ഒരു ഫോർവേഡ് ബയാസിൽ കൊടുക്കണ സമയത്ത് വിച്ച് എമിറ്റ് ലൈറ്റ്. ഇതാണ് LEDസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വെൻ എ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് എമിറ്റ് ലൈറ്റ് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായി എഴുതിയിരിക്കണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പിയിലുള്ള ഹോൾസ് N റീജിയനിലോട്ട് മൂവ് ചെയ്യും, Nലുള്ള ഇലക്ട്രോൺസ് P റീജിയനിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ അവിടെ കോമ്പിനേഷൻ നടക്കും, ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് എന്തായിട്ട് മാറുന്നത്, ലൈറ്റായിട്ട് മാറുന്നത്. അതുപോലെ പല കളറിന് കിട്ടാനുള്ളത് പല എലമെൻ്റാണ്, അതെല്ലാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എനർജീസ് ഉള്ള എലമെൻറ്റ്സ് ആണ്. എന്നാൽ സിലിക്കണും ജെർമേനിയവും LEDs യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യില്ല, ബിക്കോസ് അവർ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ആ എക്സാമ്പിൾസും കൂടെ പറയാം. യൂസസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബർഗ്ലർ അലാറംസ്, റിമോട്ട് കൺട്രോൾ, ആ രണ്ടെണ്ണം എഴുതിയേക്കാം. ഓക്കെ, പിന്നെ ബാക്കി യൂസസ് ഉണ്ട്. LEDs are used in high power lighting application. They are used in headlight and indicator light. Advantage, low power consumption. നിങ്ങൾക്കറിയാം LEDsന് പവർ കൺസംഷൻ ലോ ആണ്, ലോങ്ങർ ലൈഫ് ടൈം, സ്മോൾ സൈസ്, ലോ കോസ്റ്റ്, റിലയബിലിറ്റി, ഓൺ ഓഫ് സ്വിച്ചിങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അടുത്ത ഫോട്ടോ ഡിറ്റക്ടർ. ഫോട്ടോ ഡിറ്റക്ടർ എന്നുള്ളതിനെക്കാട്ടിലും നമുക്കിനി ആവശ്യം ഫോട്ടോ ഡയോഡാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് ഫോട്ടോ ഡയോഡാണ് പഠിക്കണത്. അതായത് ഫോട്ടോ ഡയോഡ് ഇവിടെ തൊട്ട് പഠിച്ചാൽ മതി. എ ഫോട്ടോ ഡയോഡ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജെർമേനിയം PN ജംഗ്ഷൻ ഇൻ വിച്ച് photo reverse current increases when the junction exposed to light. The reverse current in a photodiode is directly proportional to intensity of light falling off the junction. ഓക്കെ, ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ LED-യുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ LED-യിൽ പറഞ്ഞായിരുന്നു സിലിക്കണും ജെർമേനിയവും അല്ല യൂസ് ചെയ്യണമെന്ന്. അവിടെ ഗാലിയം ആർസനൈഡും ഗാലിയം ഫോസ്ഫൈഡും ഒക്കെയാണ്. എന്നാൽ ഫോട്ടോ ഡയോഡ് പറയുമ്പോൾ നമ്മൾ പറയണം അവിടെ എടുക്കണ മെറ്റീരിയൽ സിലിക്കണോ ജെർമേനിയോ ആണ്. അതേപോലെ അവിടെ ഫോർവേഡ് കറണ്ട് പറഞ്ഞ സമയത്ത് ഇവിടെ റിവേഴ്സ് കറണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുക, ഇത് ഒരു PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ബയാസിൽ കൊടുക്കുന്നു. റിവേഴ്സ് ബയാസിൽ കൊടുക്കുന്ന സമയത്ത് അതായത് P നെഗറ്റീവിലോട്ടും N പോസിറ്റീവിലോട്ടും കൊടുക്കുന്നു. അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ വൈഡ് ആയിരിക്കും. അവിടെ നമ്മൾ എന്ത് കൊടുക്കണോ, ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റിവേഴ്സ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ട് കറണ്ട് കിട്ടുന്നു. LED-യിലാണെങ്കിൽ കറണ്ട് കൊടുത്തിട്ട് ലൈറ്റ് കിട്ടും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇൻ ഫോട്ടോ ഡയോഡ് നമ്മൾ ലൈറ്റ് എക്സ്പോസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് റിവേഴ്സ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഡയോഡ് ഈസ് ഓൾസോ എ റിവേഴ്സ് ബയാസ്ഡ്. അത് പറയണം, റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് വിച്ച് പ്രൊഡ്യൂസ് എന്താണ്, റിവേഴ്സ് കറണ്ട് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ലൈറ്റ് കൊടുക്കുമ്പോൾ കറണ്ട് കിട്ടും. അതാണ് ഫോട്ടോ ഡയോഡ്. ഇനി ഒന്ന് വായിച്ച് നോക്കിയേ. എ ഫോട്ടോ ഡയോഡ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജെർമേനിയം ഡയോഡ് ഇൻ വിച്ച് റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് വെൻ ദ ജംഗ്ഷൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. അതായത് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ആ ഡിപ്ലീഷൻ ജംഗ്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ലൈറ്റിനെ എക്സ്പോസ് ചെയ്യിക്കുന്നു. അപ്പോൾ റിവേഴ്സ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു വേർഡ് നിങ്ങൾ മറക്കരുത്. ടൈപ്പ് ഓഫ് ഫോട്ടോ ഡയോഡ്: PN ഫോട്ടോ ഡയോഡ്, PIN ഫോട്ടോ ഡയോഡ്, അവലാൻഷെ ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡ് 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് PN ഫോട്ടോ ഡയോഡ്, അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഈ ഫിഗറാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. LED-യിലും ഒക്കെ നമ്മൾ ഇതേ കണക്ക് വരയ്ക്കണം. അവിടെ ഫോർവേഡ് ബയാസ് റിവേഴ്സ് ഫോർവേഡ് ബയാസ് ആക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫോട്ടോ ഡയോഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ PN. നോക്കിക്കേ, ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത് സിലിക്കൺ ഓർ ജെർമേനിയം കൊണ്ട് PN ജംഗ്ഷൻ ഡയോഡാണ്. ദേ ഓപ്പറേറ്റ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ആ PN ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കൊടുത്തേക്കണെയാണ് ഈ കാണിച്ചേക്കുന്നത്. ലൈറ്റ് നമ്മൾ ഈ ഡിപ്ലീഷൻ റീജിയനിലേക്ക് കൊടുക്കണുണ്ട്, അപ്പോൾ റിവേഴ്സ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നമ്മൾ വരച്ചിരിക്കണം. When a photon having energy E is equal to hc by lambda strikes the material, the photon is absorbed and the energy is acquired by an electron when a photon strikes the depletion region. Its energy
സെപ്പറേറ്റ്സ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ഹോൾ. അതായത് നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ആ ഡിപ്ലീഷൻ റീജിയനിലേക്ക് കൊടുക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ എനർജിയാണ് E=hc/λ. അതായത് വെൻ എ ഫോട്ടോൺ മീൻസ് ലൈറ്റ്, വെൻ എ ഫോട്ടോൺ ഹാവിങ് എനർജി E=hc/λ. ഈ എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ നമ്മൾ ആ PN ജംഗ്ഷൻ ഡയോഡിലോട്ട് കൊടുത്താൽ അവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഹോൾസിന് എന്ത് കിട്ടും? ഈ ലൈറ്റിൻ്റെ എനർജി കിട്ടിയിട്ട് അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ആകും. ദ ഫോട്ടോൺ ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺ. ആ ഫോട്ടോണിനെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് ആ ഇലക്ട്രോണിന് അത്രയും എനർജി കിട്ടും. എന്നിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആനോഡിലോട്ടും കാഥോഡിലോട്ടും ഒക്കെ മൂവ് ചെയ്യും. P റീജിയനിലോട്ട് N റീജിയനിലോട്ട് മൂവ് ചെയ്യും. അപ്പോഴാണ് അവിടെ ഒരു റിവേഴ്സ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡിപ്ലീഷൻ റീജിയനിൽ ഇലക്ട്രോണും ഹോളും കമ്പൈൻ ചെയ്ത് മൂവ് ചെയ്യാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണും ഹോളും മൂവ് ചെയ്യും. ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. അറിയാമല്ലോ അതൊക്കെ. അപ്പോൾ വെൻ എ ഫോട്ടോൺ ഹാവിങ് എനർജി, ഈ എനർജി ഉള്ള ഫോട്ടോൺ സ്ട്രൈക്സ് ദ മെറ്റീരിയലിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദ ഫോട്ടോൺ ഈസ് അബ്സോർഡ്. ആ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു. ആര്? അവിടെയുള്ള ഇലക്ട്രോൺ ഹോൾ പെയർസ്. ആൻഡ് ദ എനർജി ഈസ് അക്വയർഡ് ബൈ ദ ഇലക്ട്രോൺ. നമ്മൾ ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വെൻ എ ഫോട്ടോൺ സ്ട്രൈക്സ് ദ ഡിപ്ലീഷൻ റീജിയൻ, എനർജി ഈസ് അബ്സോർബ് ബൈ ദ ഇലക്ട്രോൺ ആൻഡ് ദ എനർജി സെപ്പറേറ്റ് ഇലക്ട്രോൺ ഫ്രം ദ ഹോൾ. ആ ഇലക്ട്രോൺ ഹോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. നൗ ദ സെപ്പറേറ്റഡ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് ആർ അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ്. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഇതിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അത് ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും. ഹിയർ ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് ക്രിയേറ്റ് കറണ്ട്. ദ ഡാർക്ക് കറണ്ട് ഈസ് ദ കറണ്ട് എക്സിസ്റ്റ് വിത്ത് നോ ഇൻപുട്ട് ലൈറ്റ്. ലൈറ്റ് ഒന്നും കൊടുക്കാതെ തന്നെ ചെറിയൊരു തോതിലൊരു കറണ്ട് അവിടെ കാണും. അതിനെയാണ് ഡാർക്ക് കറണ്ട്. അടുത്ത VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഡയോഡ്. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചേക്കാണ്. അതായത് റിവേഴ്സ് വോൾട്ടേജും റിവേഴ്സ് കറണ്ടും. നമ്മളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആ കറണ്ട് എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓരോ വോൾട്ടേജിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഒക്കെ കാണിച്ചേക്കുകയാണ്. ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാത്തപ്പോൾ ഉള്ള കറണ്ട്. ഫോട്ടോ ഡയോഡ് ആർ യൂസ്ഡ് ഇൻ ഡിസ്ക് പ്ലെയേഴ്സ്, സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, റിമോട്ട് കൺട്രോൾ ഡിവൈസ്, ക്യാമറ ലൈറ്റ്. ഇതെല്ലാം നിങ്ങൾ വായിക്കുക. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്ത PIN നോക്കിക്കേ. P റീജിയണിലും N റീജിയണും നേരത്തെ പോലെ ഇവിടെയും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയണിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മളിവിടെ കൊടുക്കുന്നു. ഇൻട്രിൻസിക് റീജിയൻ, അതാണ് PIN. ഇൻട്രിൻസിക് എന്നുള്ളതാണ് ഈ I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PIN ഫോട്ടോ ഡയോഡ് ഈസ് എ കൈൻഡ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടർ വിച്ച് കൺവേർട്ട് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പോൾ ഫോട്ടോ ഡയോഡിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ PIN ഓൾസോ എ കൺവേർട്ടർ which convert optical signals into electrical signals. A PIN diode is a diode with a wide lightly doped intrinsic semiconductor region between heavily doped P and N region. അതായത് നോക്കിക്കേ, ഇവിടെ P റീജിയൺ ഉണ്ട്, ഇവിടെ N റീജിയൺ ഉണ്ട്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു റീജിയൺ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് ലൈറ്റിന് കിട്ടും. അതായത് ഇത്രയും റീജിയണിൽ ലൈറ്റിന് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ചാർജ് കാരിയേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യിക്കാനും പറ്റും. ഈ ഇങ്ങനൊരു വൈഡ് റീജിയൺ ഉള്ളത് കൊണ്ട് കൂടുതൽ ലൈറ്റ് ആ റീജിയണിലേക്ക് കിട്ടും. അങ്ങനെ കൂടുതൽ ചാർജ് കാരിയേഴ്സ് നമുക്കിവിടെ കിട്ടും. ആ ചാർജ് കാരിയേഴ്സ് ഇങ്ങോട്ടും ഒക്കെ ഫ്ലോ ചെയ്യും. അങ്ങനെ റിവേഴ്സ് കറണ്ട് കൂടും. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡിനെയും കാട്ടിലും റിവേഴ്സ് കറണ്ട് കൂടുതലായിട്ട് വരുന്നത് PIN ഫോട്ടോ ഡയോഡിലാണ്. ഇതാണ് PIN ഫോട്ടോ ഡയോഡ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈഡ് റീജിയൺ ഉണ്ട്, വൈഡ് ഇൻട്രിൻസിക് റീജിയൺ ഉണ്ട് വിച്ച് അബ്സോർബ് മോർ ലൈറ്റ്. PIN is a diode with a wide lightly doped intrinsic semiconductor region between heavily. അത് പറഞ്ഞു. This is to improve the sensitivity of the photodiode. Because of this large width, the intrinsic layer absorb large amount of current. അതാണ് ഇവിടെ നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, കൂടുതൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയണം. അടുത്ത അവലാൻചെ ഫോട്ടോ ഡയോഡ്. എ ഫോട്ടോ ഡയോഡ് യൂസിങ് അവലാൻചെ മൾട്ടിപ്ലിക്കേഷൻ ടു അച്ചീവ് ഗെയിൻ ഈസ് കോൾഡ് അവലാൻചെ ഫോട്ടോ ഡയോഡ്. അതായത് ചാർജ് കാരിയേഴ്സ് ഡബിളായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടും ഇവിടെ. അതിനുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഇവിടെയും എടുക്കുന്നുണ്ട്. N പോസിറ്റീവിലോട്ടും P നെഗറ്റീവിലോട്ടുമാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസ് തന്നെയാണ്. പിന്നെ I ഉണ്ട്. അത് കൂടാതെ ഒരു P റീജിയണും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. PN ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് ഈ P പ്ലസ് എന്നും N പ്ലസ് എന്നും ഇട്ടേക്കുന്നതാണ് നമ്മുടെ PN ഡയോഡ്, ഹെവിലി ഡോപ്ഡ്. അതിനിടയ്ക്കായിട്ട് ഇൻട്രിൻസിക് റീജിയൺ ഉണ്ട്, അത് PIN ആവും. അത് കൂടാതെ ഒരു Pയും കൂടെ വരുമ്പോഴാണ് അവലാൻചെ ഫോട്ടോ ഡയോഡ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ലൈറ്റ് എൻ്റർ ഇൻ ടു ദ ഹൈലി ഡോപ്ഡ് N ലെയർ. എല്ലാവരും നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഈ റീജിയണിലേക്ക്
ഈ റീജിയണിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഐ എന്നുള്ള ഇത്രയും വൈഡ് റീജിയൺ ഉള്ളതുകൊണ്ട് ഒരുപാട് ലൈറ്റ് ഇവിടെ കിട്ടും. വേറൊരു പി റീജിയണും കൂടെ ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചാർജ് കാരിയേഴ്സ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അതായത് ലൈറ്റ് എൻ്റർ ഇൻ ടു ദ ഹൈലി ഡോപ്ഡ് എൻ റീജിയൻ, ദ അഡീഷണൽ പി ലെയർ ഹാസ് ബീൻ ആഡഡ് ബിറ്റ്വീൻ ഹൈലി ഡോപ്ഡ് എൻ ലെയർ ആൻഡ് ഇൻട്രിൻസിക് ലെയർ. ഇത് പറയണം, എ പി റീജിയൻ ഈസ് ആഡഡ് ബിറ്റ്വീൻ ഹൈലി ഡോപ്ഡ് എൻ ലെയർ ആൻഡ് ആൻ ഇൻട്രിൻസിക് ലെയർ. ദ ലെഫ്റ്റ് മോസ്റ്റ് എൻ ആൻഡ് പി ലെയർ ആർ ഹൈലി ഡോപ്ഡ്. ഇവിടെയുള്ള റീജിയൺ എന്താണ്? ഹൈലി ഡോപ്ഡ് ആണ്. സോ ദ ജംഗ്ഷൻ വിത്ത് ദിസ് സ്മോൾ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺഫൈൻഡ് ടു ദിസ്. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് എൻ പ്ലസ് റീജിയൻ, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ ജനറേറ്റഡ്. നേരത്തെയൊക്കെ പറയാനാണ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടും. ദ ചാർജ് കാരിയേഴ്സ് ട്രാവൽ വിത്ത് ദ സാച്ചുറേഷൻ വെലോസിറ്റി ആൻഡ് കൊളൈഡ് വിത്ത് ദ ലാറ്റിസ്. അപ്പോൾ ഈ ചാർജ് കാരിയേഴ്സ് ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ചാർജസ് വേറെ ഉണ്ട്, ഇത്രയും റീജിയൺ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൊളൈഡ് വിത്ത് ദ ലാറ്റിസ്. സോ ന്യൂ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ ജനറേറ്റഡ്. അതായത് ഇങ്ങനെ ഒരു റീജിയണും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഇതിനെ വന്ന് കൊളൈഡ്, അപ്പോൾ വീണ്ടും ചാർജ് കാരിയേഴ്സ് കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെ എന്താണ് ദീസ് ന്യൂലി ജനറേറ്റഡ് സെക്കൻഡറി ചാർജ് കാരിയേഴ്സ് travel along the initial charge carriers. Then the multiplication of charge carriers take place which increase the current. അതായത് ഇവിടെ ചാർജ് കാരിയേഴ്സിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇഷ്ടംപോലെ ചാർജ് കാരിയേഴ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. therefore it increase reverse current. This process of generating more number of charge carriers is called avalanche multiplication. ഇങ്ങനെ കൂടുതൽ ചാർജ് കാരിയേഴ്സ് ഒരു റീജിയണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവലാൻഷെ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഇമ്പാക്റ്റ് അയണൈസേഷൻ എന്നൊക്കെ പറയും. ഇറ്റ് ഹാസ് ആൻ ഇൻറ്റേർണൽ ഗെയിൻ. അതായത് നമുക്ക് അത്രയും ഹൈ റിവേഴ്സ് കറണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവലാൻഷെ ഫോട്ടോ ഡയോഡിൽ ഇത്രയും മാത്രം ചിന്തിക്കുക. ഏതൊരു ഫോട്ടോ ഡയോഡായാലും എന്തുണ്ട്? ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ റീജിയൺ ഉണ്ട്. പി ടൈപ്പ് ഡയോഡും എൻ ടൈപ്പ് ഡയോഡും. ഒരു പി എൻ ഡയോഡിനെ നമ്മൾ എന്തിൽ കൊടുത്തിരിക്കുന്നു? ഒരു റിവേഴ്സ് ബയാസിൽ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെവിലി ഡോപ്ഡ് പി റീജിയണും എൻ റീജിയണും ഉണ്ടായിരിക്കും. അത് റിവേഴ്സ് ബയാസിലായിരിക്കും കൊടുത്തേക്കണേ. ഇനി ആ ഡിപ്ലീഷൻ റീജിയണിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നു, അങ്ങനെ റിവേഴ്സ് കറണ്ട് കിട്ടുന്നു എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് പി എൻ ഫോട്ടോ ഡയോഡ്. ഇനി ഇതിനിടയ്ക്കായിട്ടൊരു ഇൻട്രിൻസിക് റീജിയൻ കൂടെ കൊടുത്താൽ അതിൻ്റെ പേര് PIN ഫോട്ടോ ഡയോഡ് എന്നാകും. അതിൻ്റെ പ്രത്യേകത അവിടെ ഒരുപാട് ലൈറ്റിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് സെപ്പറേറ്റ് ആവും. അങ്ങനെ സെപ്പറേറ്റ് ആവുന്നത് കൊണ്ട് കൂടുതൽ റിവേഴ്സ് കറണ്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും. ഇതിലും കൂടിയ കേസാണ് അവലാൻഷെ ഫോട്ടോ ഡയോഡ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രത്തിൽ പി എൻ ഡയോഡ് കൂടാതെ ഐ റീജിയൻ, ഇൻട്രിൻസിക് റീജിയനും ഉണ്ട്. അത് കൂടാതെ ഒരു അഡീഷണൽ പി ലെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ലൈറ്റിനെ ഈ എൻ റീജിയനിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് സെപ്പറേറ്റ് ആവും. അങ്ങനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് വീണ്ടും ചെന്ന് ലാറ്റിസിൽ ഒരുപാട് അറേഞ്ച്മെൻറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യും, വീണ്ടും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ സെക്കൻഡറി ചാർജ് കാരിയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ദേ ട്രാവൽ അലോങ് വിത്ത് ദ ഇനിഷ്യൽ കാരിയേഴ്സ്. ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത കരിയറിനോടൊപ്പം ഇവരും ട്രാവൽ ചെയ്യും. അങ്ങനെ വീണ്ടും നമുക്ക് ആദ്യം കിട്ടിയതിനേക്കാളും റിവേഴ്സ് കറണ്ട് കൂടുതൽ ഇവിടെ കിട്ടും. ഇങ്ങനെ എന്താണ് ചാർജ് കാരിയേഴ്സ് ഇങ്ങനെ കൂടുതലായിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോസസ്സിനെയാണ് അവലാൻഷെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പാരിസൺ ഓഫ് LED ആൻഡ് ഫോട്ടോ ഡയോഡ്. ഇവർ തമ്മിൽ ഈ LED ഫോട്ടോ ഡയോഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇത്രയാണ്. LED എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസ്. ലൈറ്റിനെ എമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ലൈറ്റ് ഡിറ്റക്റ്റിംഗ് ഡിവൈസ്. ഇതൊരു ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. അതായത് ലൈറ്റ് ഇങ്ങോട്ട് കിട്ടുമ്പം കറണ്ട് പ്രൊഡ്യൂസ്, അപ്പോൾ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഒപ്റ്റിക്കൽ എനർജി. ഇവിടെ ഒപ്റ്റിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇനി കിട്ടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ആ കറണ്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്. അതേപോലെ ഇവിടെ ഗാലിയം ആഴ്സനൈഡ്, ഇവിടെ സിലിക്കൺ ആണ്. ഇനി ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ ഇവിടെ ലൈറ്റ് കിട്ടും. ഇവിടെ ജനറേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ കറണ്ട് കിട്ടും. അപ്പോൾ LEDയും ഫോട്ടോ ഡയോഡും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയാണ്. വളരെ ഈസിയാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. LED എന്താണെന്ന് വെച്ചാൽ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ് തുടങ്ങിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഡയോഡിലാണെങ്കിൽ സിലിക്കണോ ജെർമേനിയോ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡായിട്ട് LED ഫോർവേഡ് ബയാസ് ആണ്, ഫോട്ടോ ഡയോഡിൽ റിവേഴ്സ് ബയാസ് ആണ്. ഇതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് പറയേണ്ടത്. തേർഡ് പോയിൻ്റായിട്ട് പറയേണ്ടത് LED ലൈറ്റ് കിട്ടും, എന്നാൽ ഫോട്ടോ ഡയോഡിൽ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യും.
ലൈറ്റിന് ഇൻപുട്ട് LED ലൈറ്റ് ഔട്ട്പുട്ടാണ്, ഫോട്ടോ ഡയോഡിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. ഇനി LED കിട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോർവേഡ് കറണ്ട്. ആ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ചിരിക്കും കിട്ടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. അതേപോലെ തിരിച്ച് ഫോട്ടോ ഡയോഡിൽ എന്തോ പറയണം, കിട്ടുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. തിരിച്ച് മറിച്ചും അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ പറയണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ പറയാം. അതേപോലെ LED നമ്മൾ എന്താ ചെയ്യണത്, ഇലക്ട്രിക്കൽ എനർജിയെ ഒപ്റ്റിക്കൽ എനർജി ആക്കി മാറ്റും. എന്നാൽ ഫോട്ടോ ഡയോഡിൽ ഒപ്റ്റിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് LED യും ഫോട്ടോ ഡയോഡും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ.